ഹായ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ. അപ്പം അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് അവിടുന്ന് കുറേ കാണുന്നുണ്ട്, ഒക്കെ നമുക്ക് കാണാം. പിന്നെ അതിന് മുമ്പ് നമ്മളെ വീഡിയോ ആരെങ്കിലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാതെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്തിട്ട് കണ്ടാൽ മതി നമ്മളെ വീഡിയോ. പിന്നെ സ്കിപ്പ് ചെയ്യരുത്, ഫുള്ള് കണ്ടിട്ടോ നമ്മളെ വീഡിയോ. അപ്പം നമുക്ക് ഒട്ടും വൈകാതെ നമുക്ക് ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോവാം. ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിത് അവിടെ എത്താറായി. അങ്ങനെ ഇതാണ് കേട്ടോ എൻ്റെ ഉമ്മാൻ്റെ വീട്. മലയിൽ നിന്ന് ഒലിച്ച് വരുന്ന വെള്ളങ്ങൾ കേട്ടോ. ഇത് എത്ര ദൂരത്തു നിന്നാണെന്ന് അറിയില്ല വരുന്നത്, നല്ല ദൂരത്തു നിന്നാണ് വരുന്നത്. ഇവിടെ നല്ല കാടും മലയും ഒക്കെയാണ്. മലയിൽ നിന്ന് ഒലിച്ച് വരുന്ന വെള്ളം കേട്ടോ ഇത് എത്തുന്ന ഭാഗങ്ങൾക്കൊക്കെ ആൾക്കാർ ഇതൊക്കെ ഇങ്ങനെ തടഞ്ഞു വെക്കും. അതുകൊണ്ട് ഇവിടേക്കൊന്നും അങ്ങനെ വെള്ളം വരാനില്ല. അപ്പോൾ ആരും അവിടെ തടഞ്ഞു വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വെള്ളം വരുന്നത്. ഇവിടെ എടുത്തട്ടോ ഇതിൻ്റെ മേലെ ഇതാ ഞങ്ങളെ വീട്. ഇവിടെ എടുത്തട്ടോ ഇത്, അതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്ന് കളിക്കാൻ എന്ത് ചെയ്യാം. വെള്ളം ഞാൻ ഇവിടെ 2-3 പ്രാവശ്യം ഇവിടെ നടന്നിട്ട് ഇവിടെ കലക്കായിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്കൊരു ഗുഹ കേട്ടോ. ഈ ഗുഹൻ്റെ മേലെ റോഡാണ്. പിന്നെ ഇത് അപ്പുറം പോയിട്ട് ഈ വെള്ളം അങ്ങനെ ഒലിക്കുന്നുണ്ട്. അവിടെയൊക്കെ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ വെള്ളം ഉണ്ടാവും. പിന്നെ ഈ ഗുഹ ഇത് ഇങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടി പോകട്ടെ. ഞാൻ നല്ല വഴി നോക്കി പോയതാണ്. ഇവിടെ എന്താ ഇങ്ങനെ ഇറങ്ങി പോയാൽ അപ്പുറം എൻ്റെ ഇപ്പപ്പാൻ്റെ പാടാണ്. പാടത്ത് പത്രക്കൊന്നുമില്ല. എന്താണ് ഇപ്പപ്പാക്ക് ഇപ്പോൾ വയ്യ, അതുകൊണ്ട് അവിടെ ഒന്നുമില്ല. കുറച്ച് മുളക് തൈ ഉണ്ട്. മുളക് തൈ ആണെങ്കിൽ എത്ര അർത്താലും തീരാത്തൊരു മുളക് തൈ കേട്ടോ. നല്ല കായ്ക്കുന്ന മുളക് തൈയാണത്. പിന്നെ ഇങ്ങനെ കുറേ കണ്ട് പിന്നെ കുറച്ച് അങ്ങോട്ട് പോയാൽ ഒരു തോടുണ്ട്. ആ തോടൊക്കെ നമുക്ക് കാണാട്ടോ. അപ്പം അതിന് ഇവിടെ കുറേ പണികളുണ്ട് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ. അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് വെറുതെ ഇരിക്കുമല്ലോ, അതിനാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇവിടെ പാടുണ്ട്, തോടുണ്ട്. ഇതൊക്കെ എത്ര കണ്ടാലും മടുക്കൂല, എത്ര വന്നാലും മടുക്കൂല. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇതാ അവിടേക്ക് അങ്ങനെ വീടുകളൊക്കെ അവിടെ ഇവിടെ നല്ല തണലാണ്. ഇവിടെയൊക്കെ വന്നിരിക്കാൻ എന്ത് സുഖം അറിയാം. നല്ല കാറ്റ് വീശുന്നുണ്ട്. ഇതാ ആ ഭാഗത്താണ് കേട്ടോ എൻ്റെ പപ്പാൻ്റെ വീട്, പപ്പാൻ്റെ പാടം. പിന്നെ ഇങ്ങനെ നടന്നു പോയാൽ അവിടെ ഉണ്ട് ഒരു തോട്. ആ തോടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അവിടെ അങ്ങനെ ഒന്നുമില്ല. പിന്നെ അങ്ങനെ പോയാൽ അങ്ങനെ അങ്ങോട്ട് പോകുന്നുള്ളൂ. ഇവിടെ ഇരുന്ന് ആകാശമൊക്കെ കാണുന്നൊക്കെ എന്ത് നല്ല ഭംഗിയാണെന്നറിയാം. ഇവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇങ്ങനെ കുറേ കയറിപ്പോയാൽ മലയക്കോറി എത്തും. കുറേ ആൾക്കാരവിടെ എത്ര ആൾക്കാരവിടെ കാണാൻ വരുന്നുണ്ടല്ലോ. മലയക്കോറി മലയിലുള്ള കോറി ആയതുകൊണ്ടായിട്ട് ഞങ്ങൾ മലയക്കോറി പറയുന്നത്. അത് നല്ല ആയുള്ളൊരു കുളമാണ്. പിന്നെ അവിടെ വെച്ചാൽ നല്ല വ്യൂ ആണ്, നമുക്ക് നല്ല രസമാട്ടോ അവിടെ. ഞാൻ 2 പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. ഒന്ന് കുറച്ച് വെള്ളമുള്ളപ്പോൾ, ഒന്ന് നല്ല വെള്ളമുള്ളപ്പോൾ പോയിട്ടുള്ളത്. പിന്നെ ഇവിടെയൊക്കെ അങ്ങനെ എന്തൊക്കെയോ കാട്ടി വെച്ചാണ്, അതിരിടണ മാതിരി എന്തൊക്കെയോ ആക്കി വെച്ചാണ്. ഞാൻ ഇപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്താട്ടോ ഇരിക്കുന്നത്. പിന്നെ അവിടെയൊക്കെ ഉണ്ട്. ഇതൊക്കെ എൻ്റെ പപ്പാൻ്റെ കണ്ടങ്ങൾ തന്നെയാണ്. അതാ അവിടെ നിന്നാണ് കേട്ടോ തുടങ്ങുന്നത്. തുടങ്ങിയിട്ട്
അവിടം വരെ ഉണ്ട്. പിന്നെ ഈ ഇതൊന്നും ഞങ്ങളതല്ല തോന്നുന്നുണ്ട്. ഇതിനെ പറ്റിയിട്ടൊന്നും എനിക്ക് അത്രക്ക് അറിയില്ല. പിന്നെ ഈ സൗണ്ടൊക്കെ അതൊക്കെ മലയിൽ നിന്ന് കല്ലുകൾ ഇറക്കുന്നതാട്ടോ. അതൊക്കെ ഇവിടെ കേൾക്കാൻ പറ്റും. ഇവിടെ അടുത്താണല്ലോ ഈ മല. അങ്ങനെയൊക്കെ ഒരു പ്രകൃതിയിൽ എത്തിയിട്ടാണ് എൻ്റെ ഉമ്മാൻ്റെ വീട്. അവിടെയൊക്കെ കാണാൻ പറ്റും. പക്ഷെ എനിക്ക് അങ്ങോട്ട് ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യമൊന്നുമില്ല. അവിടെ വല്ല നായ്ക്കൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നമുക്കൊന്ന് ജസ്റ്റ് പോയോക്കട്ടെ. എന്നാലും അവിടെ എത്തിയ നല്ല വ്യൂ ആണ് അങ്ങോട്ട്. ഇവിടെ ഒരു കിണറൊക്കെ ഉണ്ട്. അതാണ് എനിക്ക് വലിയ പേടി. അതിന് ഈ സൈഡിൽ മതിലൊന്നുമില്ല. ഇതാണ് നല്ല വ്യൂ ആണ് കേട്ടോ. അവിടെ അത് നോക്കി, ആകാശമൊക്കെ നല്ല മഞ്ഞുകട്ട പോലെ നിൽക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ അവിടെ നല്ല പിക്കൊക്കെ എടുത്ത് വീഡിയോ നിർത്തി വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ അവിടെ കവുങ്ങ്, ഇതൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. കവുങ്ങ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നല്ല പിടിച്ചു നിന്നതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ കിണർ. ആ സൈഡിൽ കൂടെ പോകാൻ പേടിയാണ്. അതുകൊണ്ട് ഞാൻ ഈ സൈഡിൽ കൂടെ പോകണത്. ഈ സൈഡിൽ കൂടെ വെള്ളം ഒലിക്കുന്ന കേട്ടോ. അവിടെ അതൊരു പൈപ്പ്. ആ പൈപ്പിൽ നിന്ന് ഇങ്ങനെ വെള്ളം തൂച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെള്ളം വരും. അപ്പോൾ ഈ മുളക് തൈ ഇതിനൊക്കെ കിട്ടും. ഇതാണ് ഞാൻ പറഞ്ഞ മുളക് തൈ. എത്ര കഴിക്കണേ അറിയോ. പിന്നെ ഇവിടെ അതെന്താ പടവേലങ്ങൾ ഉണ്ടോ, ഇതെന്ത് സാധനം എന്നൊക്കെ അറിയില്ല. പടവേല തോന്നുന്നുണ്ട്. നല്ല എളുപ്പമുണ്ട്. 1 ഇതാ, 2 ഇതാ. ഇതിൻ്റെ മണം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇത് പടവേലങ്ങയാണ്. എനിക്കിഷ്ടമല്ല ഇതിൻ്റെ മണം. അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല വലുതാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് ചെറുതൊക്കെ ഉണ്ട്. ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ ഇതിനെ ചോട്ട് നടക്കാൻ. പിന്നെ ഇതാ ഇവിടെ ഒന്ന് ഇതാ ഉണ്ടാവണം. നല്ല രസമുണ്ട് കേട്ടോ ഇതിനെ ചോട്ട് നിൽക്കാൻ. പിന്നെ ഇതാ അവിടെ, പിന്നെ ഇതാ ഈ ഒരു കണ്ടും കൂടി ഞങ്ങളതാണ്. പിന്നെ അപ്പുറത്തൊരു പാടമാണ്, നെൽപ്പാടം. അതൊന്നും ഞങ്ങളതല്ല. പിന്നെ നല്ല ഭംഗിയുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു തരട്ടെ. കണ്ടടേ അവിടെ അതേ നല്ല രസമുണ്ട് കേട്ടോ. അവിടെ ചോപ്പുള്ളത്, അവിടെ കുറച്ച് മരങ്ങളൊക്കെ വെട്ടിയതാണ്. പിന്നെ ആകാശമൊക്കെ നോക്കി എന്ത് നല്ല ഭംഗിയാണെന്നറിയോ. ഇതാണ് ഇവിടെ വന്നുള്ള വ്യൂ. ഇങ്ങനെ നല്ല രസമുള്ള സ്ഥലങ്ങളൊന്നും ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ അമ്മാൻ്റെ വീട്ടിൽ തന്നെ ഉള്ളൂ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ. പിന്നെ ഇവിടെ കുറേ പാളകളുണ്ട്. ഈ സ്ഥലത്ത് കൂടെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോയതൊക്കെ എനിക്ക് നല്ല ഓർമ്മ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ അരക്കയുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് ഇത് ഞങ്ങളിപ്പോൾ പണ്ട് കണ്ടാണ്. അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് അങ്ങനെയൊക്കെ. ആ ആകാശം, ആ വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഭാഗത്തൊക്കെ ആയിരിക്കും ഞങ്ങളെ വീട്. ഏതൊരു കുന്നിൻ്റെ മേലെയാണ് ഞങ്ങളെ വീട്. ആ കുന്ന് ഇറങ്ങിയിട്ടുള്ളതാണ് ഞങ്ങൾ ഉമ്മാൻ്റെ. അങ്ങനെയൊക്കെ എന്തൊക്കെയാണ്. പിന്നെ അവിടെ അതേ കുറേ തെങ്ങും തോട്ടൊക്കെ. ഞാൻ കുറച്ച് പിക്കൊക്കെ എടുക്കട്ടെ. ഒരു വ്യൂ ഞങ്ങൾക്ക് കിട്ടലില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അവിടുന്ന് വെള്ളം എങ്ങനെ ഒലിച്ചു വരും. അതൊക്കെ ഈ കവുങ്ങും തോട്ടത്തിന് ഇതിടാനായിരിക്കും. വെള്ളം നനക്കാനാവും. ഇവിടെയൊക്കെ അത് എന്ത് കുമ്പളങ്ങ തയ്യാ എന്താ അറിയില്ല, മത്തനാണോ അറിയില്ല കേട്ടോ. ഇത് രണ്ടും കണ്ടാൽ തിരിച്ചറിയില്ല. പിന്നെ ഇവിടെ മുളക് തയ്യാളുണ്ട്. ഇനി കൂടുതൽ അങ്ങോട്ട് പോകാൻ എനിക്ക് പേടിയാണ്. പക്ഷേ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് തിരിച്ച് പോകട്ടെ. ഇനി പോകാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. വേറെ ഒരാളും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പോവായിരുന്നു കേട്ടോ. അതെ, ആ മഞ്ഞുകട്ട പോലുള്ള ആകാശം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെയുള്ള വ്യൂ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാം. എൻ്റെ വീടല്ല കേട്ടോ, എൻ്റെ ഉമ്മാൻ്റെ വീട്. അങ്ങനെ പറഞ്ഞാൽ അങ്ങോട്ട് ശീലമായി. അവിടെ ഈ വീട് ഉണ്ടാക്കുന്നുണ്ടല്ലോ മേലേക്ക്. അതുകൊണ്ട് അവിടെ മറ്റേ സിമൻറ്റ് കറക്കൂല എന്തോ ഒരു സാധനം. ആ സാധനത്തിൻ്റെ സൗണ്ട് കൊണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ അറിയില്ല കേട്ടോ. ഇവിടുന്ന് ഒരു കുഞ്ഞ കയറ്റായിട്ടുള്ളത്. അത് കയറി വരുമ്പോഴത്തേന് കുഴയും. ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പോയാലോ എന്ന് ആലോചിച്ച്. അപ്പോൾ പിന്നെ എന്താ ഇരുന്നിട്ട് തന്നെ അങ്ങോട്ട് പോകാൻ വിചാരിച്ചു. ഞാൻ കുറച്ച്
നേരം ഇവിടെ ഇരുന്ന് ഇവിടെ ഒരു തെങ്ങ് വലിയ തെങ്ങ് മറിഞ്ഞു കിടക്കുന്നുണ്ട്. പിന്നെ കുറേ കുരുമുളക് വള്ളിമ്മ കുരുമുളക് ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ കുറേ ഇതുണ്ട്. പറഞ്ഞാൽ പിന്നെ തീരുന്ന സമയം ഉണ്ടാവില്ല. പിന്നെ നമ്മളെ വീഡിയോ ലോങ്ങും ആവും. അതുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നില്ല. ഇനിയും നമുക്ക് സ്ഥലങ്ങൾ കാണണ്ടേ. അതുകൊണ്ട് നമുക്കിനി ഇരുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി കാണാം.